തീപിടിച്ചോറിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം. ബ്രദർ അലി ഫിലിപ്പിന്റെ മാനസാന്തര കഥയുടെ തുടക്കം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. തുടർന്ന് ഈ എപ്പിസോഡിൽ ദൈവം അദ്ദേഹത്തെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വഴി നടത്തിയ അനുഭവങ്ങൾ കേൾക്കുകയാണ്. ശരിക്കും അങ്ങ് തന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ ഒരു ബൈബിൾ പുതിയ നിയമം എടുത്ത് വായിച്ചപ്പോഴാണ് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ തുടങ്ങിയത്. മാത്രമല്ല, ബൈബിള് വായിച്ചു തീരുമ്പോഴത്തേക്കും ഒരു തവണ വായിച്ചു തീരുമ്പോഴത്തേക്കും ഹൃദയത്തിൽ അതുവരെ അനുഭവിക്കാതിരുന്ന ഒരു സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നീട് മുന്നോട്ട് എന്താ ചെയ്തത്? ഈ ബൈബിൾ എന്ത് ചെയ്തു? ബൈബിള് വായനയോട് കൂടെ ഈ ബൈബിൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ഞാൻ ചെറുപ്രായത്തില് മദ്രസയിൽ നിന്ന് പഠിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ഗ്രന്ഥം എന്ന് ഞാൻ ബോധ്യമാകുകയും യേശു ചെയ്തതായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇത് വാസ്തവത്തിൽ സത്യമാണോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ആ ചോദ്യത്തിന് ഞാൻ ദൈവത്തോട് നേരിട്ട് തന്നെ ചോദിക്കുന്നത്, എൻ്റെ മനസ്സിൽ ചോദിക്കുക, ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ ഉമ്മ മരിച്ച അന്നു മുതൽ എൻ്റെ ജീവിത സ്വസ്ഥതയില്ല, സമാധാനമില്ല, വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി, ഒരു സ്ഥാനമില്ലാതെ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുകയാണ്. ഇത് സത്യമാണെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. അങ്ങ് അനേകരെ മരിച്ചവരെ പോലും ഉയർത്തി, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, പല അത്ഭുതങ്ങളും അങ്ങ് ചെയ്തു എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. എനിക്കൊരു മാറ്റം ഉണ്ടായ ഇതൊക്കെ സത്യമാണെന്ന് ഞാനത് വിശ്വസിക്കാം എന്നുള്ള ആ ഒരു ഇതാണ് ഞാൻ ദൈവമായിട്ട് പറഞ്ഞത്. എൻ്റെ മനസ്സിൽ പറയുകയാണ്. ആ പ്രാർത്ഥന വാസ്തവത്തിൽ ദേന്തപുരം കേൾക്കുകയായിരുന്നു. അത് സത്യമാണെന്നും എൻ്റെ ജീവിതത്തിൽ മാറ്റം തരാൻ കഴിവുള്ള ഒരു വ്യക്തി ദൈവമാണെന്നും എൻ്റെ ആ പ്രാർത്ഥനയിലൂടെ തമ്പുരാൻ കേട്ട് മറുപടി പറയാം. അന്ന് വൈകിട്ട് മദ്യം കഴിക്കാനായിട്ട് പോയി. ഞാൻ മദ്യം കഴിക്കാതെ മുമ്പോട്ടൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയില്ല. മദ്യം കഴിക്കാൻ പോയി, മദ്യം വാങ്ങിച്ച് ടേബിളിൽ വെച്ചു. കുടിക്കാനായിട്ട് നോക്കി പല പ്രാവശ്യം എടുക്കും. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്ത വരും. പല പ്രാവശ്യം എടുക്കും, കുടിക്കാൻ പോകുമ്പോഴത്തേന് എന്തൊക്കെയോ മനസ്സിൽ ചിന്ത വരും. അങ്ങനെ വെച്ച് മദ്യം അങ്ങ് ഒഴിവാക്കുകയാണ്. മദ്യം കുടിക്കാതെ മദ്യഷാപ്പിൽ നിന്ന് പുറത്തു വരികയാണ്. അത് ശരിക്കും ആദ്യത്തെ അടയാളമായിരുന്നു. അത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇതില്ലായിരുന്നു എനിക്ക്. അങ്ങനെ വരുന്ന വഴിക്ക് ഇപ്പൊ പാക്കറ്റ് സിഗരറ്റ് ഉണ്ടായിരുന്നു. അന്നന്ന് നീളമുള്ള ഒരു ക്യാപ്സൻ എന്ന് പറഞ്ഞ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു. അത് പാക്കറ്റിൽ തീപ്പെട്ടി ഉണ്ടായിരുന്നു. ഒന്നെടുത്ത് ചുണ്ടിൽ വെച്ചു, കത്തിക്കാൻ നോക്കിയിട്ട് അങ്ങനെ കത്തുന്നില്ല. പല പ്രാവശ്യം അങ്ങനെ അറിയാതെ തന്നെ ഒരു ഭാഗത്ത് തീപ്പെട്ടിയും ഒരു ഭാഗത്ത് ഈ സിഗരറ്റും കൂടെ ചേർത്ത് അറിയാതെ തന്നെ രണ്ട് ഭാഗത്തേക്ക് അങ്ങ് എറിഞ്ഞു. അറിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്, അയ്യോ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. രണ്ടാമത്തെ അടയാളം അവിടുന്ന് സിഗരറ്റ് അവിടുന്ന് ഒഴിവാക്കി. സിഗരറ്റും മദ്യവും അതന്നെ ഒഴിവായി. എന്തോ ഒരു അസ്വസ്ഥത. അങ്ങനെ ആരോട് ചോദിക്കും? അന്ന് രാത്രി ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. ഞാൻ വളരെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. ഇതുപോലെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, ജീവിതത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ, സിഗരറ്റ് വലിച്ചെറിഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റാത്ത, ആരോടാണിത് ചോദിക്കുക എന്നിങ്ങനെ എൻ്റെ ചിന്തയിലേക്ക് വന്നു. ഇങ്ങനെ എന്ത് ചെയ്യണം ഞാൻ? അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ, അപ്പൊ അന്ന് പണ്ട് എനിക്ക് ഈ കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ബീച്ചിലേക്ക് പോകാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു ഉച്ചയായപ്പോ കോഴിക്കോട് എത്തി. ബീച്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവുകയായിരുന്നു. പോകുന്ന ഇടയ്ക്ക് അവിടെ ഒരു കാത്തലിക് ചർച്ച് ഉണ്ടായിരുന്നു. അവിടെ ആരും എന്നെ അറിയില്ലല്ലോ, കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആ കാത്തലിക് ചർച്ചിൽ കയറി. കോഴിക്കോട് ആണ് സ്ഥലം. അച്ഛനെ കാണണം എന്ന് പറഞ്ഞു. അച്ഛൻ പുറത്ത് എന്താന്ന് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അച്ഛനോട് പറഞ്ഞു, എനിക്കിങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചു, വീട് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മലപ്പുറത്ത്. അവിടെയുള്ള പള്ളിയിൽ കയറി അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ
അച്ഛൻ അങ്ങ് പോയി. അങ്ങനെ ഞാനിങ്ങനെ ബീച്ചിലോട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചില് ഒരു കൺവെൻഷൻ നടക്കുക. അപ്പൊ പ്രസംഗിക്കുന്നത് ഡോക്ടർ മുരളി എന്ന് പറഞ്ഞ ഒരാള്, ഒരു ഹിന്ദു. അപ്പൊ ഞാൻ ചോദിച്ചേട്ടാ, ഹിന്ദുക്കളൊക്കെ എന്തിനാ ഈ ക്രിസ്ത്യാനികളെ ഈ മീറ്റിങ്ങിലൊക്കെ വന്ന് പ്രസംഗിക്കുന്നത്? അപ്പൊ വൈകുന്നേരമാണ്. അപ്പൊ എന്തൊന്നും കേക്കേ, ഏതായാലും ഇയാള് പറയുന്നതൊന്നും കേക്കല്ല, എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ഉള്ളത്. വൈകുന്നേരം ആയപ്പോ തിരിച്ച് ഇവിടെ വന്നു. ഒരു 6-7 മണിയായപ്പോ, 6:30 ആയപ്പോ വന്ന് അവിടെ ഇരുന്ന് കേട്ടു. പാപത്തെ കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, എനിക്കിങ്ങനെ അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവിടെ 3 ദിവസം പരിപാടിയുണ്ട്. അത് 3 ദിവസം ഇവിടെ നിൽക്ക്, ഭക്ഷണമൊക്കെ ഒന്നും പ്രശ്നമില്ല, പഠിക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം വീട്ടിൽ നിന്ന് പോയി വസ്ത്രമൊക്കെ എടുത്തു വന്നു. അവിടെ 3 ദിവസം അവിടെ നിന്ന് കേൾക്കുകയും അതിന് പുറമെ വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ, മനുഷ്യന്റെ പാപം ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, മനുഷ്യന്റെ പാപമാണ്. ആ പാപമാണ് സകല പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിൽ കൂടിയുള്ള ആ രക്ഷയെക്കുറിച്ചും ആ പാപം ഏറ്റുപറയുന്നതിനെ കുറിച്ചും ഈശോയെ രക്ഷകനായും കർത്താവായി സ്വീകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഈ ഡോക്ടറും അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തകനും പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നപ്പോൾ എൻ്റെ സംശയങ്ങളൊക്കെ വാസ്തവത്തിൽ അങ്ങ് ദൂരീകരിക്കപ്പെട്ടു. അപ്പോ അതന്നെ ഒരു സന്തോഷത്തിന്റെ അനുഭവം. കാരണം ഇവിടെ ഈ പാപങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഏറ്റുപറയുമ്പോൾ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള ആ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു അനുഭവം, ഒരുവൻ ക്രിസ്തുവിലായാലും അവന് പുതിയ സൃഷ്ടിയായി എന്നൊക്കെയുള്ള കർത്താവിനെ നമ്മളെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുമ്പോൾ ഉണ്ടായി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ അവിടെ വെച്ചുണ്ടാവുകയാണ്. വാസ്തവത്തിൽ ആ അനുഭവം അത് അനുഭവിച്ചറിയാനായിട്ട് കഴിയുന്നവര് ശരിക്കും കൃത്യം ഏത് കാലഘട്ടത്തിലായിരുന്നു? അത് ഏകദേശം ഒരു 87-ലൊക്കെയാണ്. 1987. അന്ന് എനിക്ക് ഏകദേശം 28-29 വയസ്സൊക്കെ ഉണ്ടല്ലോ. അത്രയുണ്ട്. അത് അന്ന് കല്യാണം ഒന്നും കഴിച്ചിരുന്നില്ല? ഇല്ലല്ല, ആ സമയത്ത് അല്ല. അപ്പൊ ഈ അങ്ങേക്ക് ഇങ്ങനെ ഈ മാറ്റം ഉണ്ടായതും ഈ ബൈബിൾ വായിച്ചതും പിന്നീട് ബൈബിൾ പ്രഭാഷണം കേട്ടതും ജീവിതത്തിൽ വന്ന മാറ്റവും ഇതൊക്കെ വീട്ടിലറിഞ്ഞോ? വാപ്പായും രണ്ടാനുമ്മയും ഒക്കെ അവരറിഞ്ഞോ? അതെ, ഞാൻ വീട്ടിലോട്ട് പോയി. അപ്പോ ബൈബിള് തുടർന്ന് വായിക്കാൻ എൻ്റെ റൂമിൽ, എനിക്കൊരു പ്രത്യേകിച്ച് റൂമുണ്ട്. അതിനകത്തിരുന്ന് ഞാൻ വീട്ടിലോട്ടൊന്നും ഇല്ലാതെ പഴയ സ്വഭാവത്തിൽ നിന്നൊരു മാറ്റമായി, വലിയൊരു കോപം ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടായി. ഇവന് എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലൊക്കെ വെള്ളമടിച്ച് വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആളാണ്. ഇതോടുകൂടെ ശാന്തമായി ഞാൻ. അപ്പൊ എന്നെങ്ങനെ ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പൊ മദ്യപിക്കാൻ പോകുന്നില്ല, പുക വലിക്കുന്നു പോലും ഇല്ല അല്ലെങ്കിൽ പുക വലിക്കാതെ വെക്കാത്തൊരു വ്യക്തി ഇപ്പൊ പുക വലിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല. അപ്പൊ അവരിങ്ങനെ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഈ കൂടുതൽ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞ ആകെ ഞായറാഴ്ച ദിവസം മാത്രമാണ് പുറത്തിറങ്ങത്തുള്ളൂ. അത് പള്ളിയിൽ പോകാനൊക്കെ ആയിട്ട് പള്ളിയിലെങ്ങനെ പോവും. അതും 2, 3, 4 ബസ് കയറിയിടാ പോവുക. വീട്ടിൽ നിന്ന് നേരെ എന്നെ ആരും കാണാൻ പാടില്ല. നേരെ കോഴിക്കോട് തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ കാണത്തില്ല എന്നെ. കാരണം ഞാനൊരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തി. അത് മാത്രമല്ല, ഒരു പേടി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ KK അലിവച്ചൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഞങ്ങളെ വീടിന് തൊട്ടടുത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ 2 കൈയും കാലും അടിച്ചൊടിച്ച് ചങ്ങല കെട്ടിയായിരുന്നു. അങ്ങനെ ഒരാൾ നമ്മുടെ അയൽവക്കത്തന്നെ തൊട്ടടുത്ത്. ഞങ്ങൾ ഏകദേശം ഒരു 25 മീറ്റർ ദൂരത്തിലാണ്. അദ്ദേഹത്തെ കണ്ണിലും മൂക്കിലും കാന്താരി മുളക് അരച്ച് തേച്ചത് ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിരുന്നു. അപ്പൊ നമുക്കൊരു മുൻഗാമിയും വഴികാട്ടിയും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഞാന് ക്രിസ്ത്യാനിയായി എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിച്ചതായ ആ അനുഭവങ്ങള്, പീഡനങ്ങള് എനിക്ക് ലഭിക്കുമല്ലോ എന്നുള്ള ഒരു വലിയ ഭയം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നെ ആരും കാണാൻ പാടില്ല. അപ്പൊ എനിക്ക് ഏതെങ്കിലും പള്ളിയിലേക്ക് പോകും വേണം. അപ്പൊ ഒരു പള്ളിയിൽ ഒരാഴ്ച പോയി അടുത്ത ആഴ്ച ആ പള്ളി പോകത്തില്ലേ, പേടി, ആരും കാണാൻ പാടില്ല. അപ്പോ
എൻ്റെ വീട്ടിൽ നിന്ന് നേരെ മലപ്പുറത്തേക്ക് ഒരു ബസ് കയറും. മലപ്പുറത്ത് നിന്ന് കുണ്ടോട്ടിയിൽ ഇറങ്ങും ഞാൻ. കുണ്ടോട്ടിയിൽ ഇറങ്ങി വേറൊരു ബസ് കയറി രാമനാട്ടുകരയിട്ട് ഇറങ്ങും. അല്ലെങ്കിൽ അത് ഫറൂഖിൽ ഇറങ്ങും. ഫറൂഖിൽ ഇറങ്ങിയിട്ട് നേരെ കോഴിക്കോട് സിറ്റിയിൽ ഇറങ്ങും. സിറ്റിയിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട്, അപ്പൊ കോഴിക്കോട് ഉള്ള പള്ളി, ഏത് പെന്തക്കോസ് പള്ളിയും കത്തോലിക്ക പള്ളിയും യാക്കോബ പള്ളിയും ഒക്കെ എനിക്ക് അന്ന് നല്ല മനപ്പാടമായി. കാരണം അത് ഞാൻ ഇതും നോക്കുകയില്ല. അധികം താമസിയാതെ തന്നെ ഇത് വീട്ടുകാരറിഞ്ഞു ഞാനിങ്ങനെ ക്രിസ്ത്യാനിയായി, ക്രിസ്തീയ പള്ളിയിലോട്ടൊക്കെ പോകുന്നു എന്നൊക്കെയുള്ള ആ ഒരു കാട്ടുതീ പോലെ അങ്ങ് പടർന്നു പിടിച്ചു. അത് അങ്ങനെ പള്ളിയിൽ വന്നു കാര്യങ്ങള്. പള്ളിയിൽ നിന്ന് പറഞ്ഞു, എന്നെ മുളയിൽ നിന്ന് ഉള്ളണം എന്ന് പറഞ്ഞ് എന്നെ കൊല്ലണം എന്നുള്ള തീരുമാനമാണ് പള്ളിയിൽ നിന്ന് എടുത്തത്. അത് ഞാൻ അറിഞ്ഞു വാസ്തവത്തിൽ. അങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ ഓരോരുത്തർ വരാൻ തുടങ്ങി വീട്ടിൽ. നീ എന്ത് പണിയാ കാണിച്ചത്? എന്തിനാ നീ ക്രിസ്ത്യാനിയായത്? അപ്പൊ എനിക്ക് അതിന് മറുപടി ഒന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ക്രിസ്തീയ പുരോഹിതൻ വീട്ടിൽ വന്നു, അല്ല മുസ്ലിം പുരോഹിതന്റെ വീട്ടിൽ വന്നു. മുസ്ലിം പുരോഹിതൻ വന്നിട്ട് പറഞ്ഞാൽ, നീ ക്രിസ്ത്യാനിയായ എന്നെ കുറിച്ച് എല്ലാവരും പറയുന്നത് കേൾക്കുന്നത്, നീ എന്താണെന്ന്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, ആരെയും വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, ക്രിസ്തീയ പള്ളിയിൽ ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൂടി ഒരു ഒറ്റ അടിയായിരുന്നു പുരോഹിതൻ മരണത്ത്. ആ സമയത്ത് എനിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചു. പുരോഹിതനെ അടിക്കാനായിട്ട് അങ്ങ് കയ്യങ്ങ് ഉയർത്തി. ഞാൻ കയ്യങ്ങ് ഉയർത്തിയപ്പോഴാണ് ബൈബിളിൽ ഈശോ കുരിശിൽ കിടന്ന് പിതാവേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിച്ച് കണവേ എന്ന് ഈശോ കിടന്ന് പ്രാർത്ഥിക്കുക. യേശുവിനെ ക്രൂശിച്ചു, തലയിൽ മുള്ളുകൊണ്ടുള്ള കിരീടം ആഞ്ഞടിച്ചു, അവന്റെ കയ്യിലും കാലിലും ആണിയടിച്ചു, കുരിശിൽ കിടന്ന് കേട്ടു. അത്രമാത്രമൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്കൊരു അടിയല്ലേ കിട്ടിയുള്ളൂ. അപ്പൊ ഈശോ പ്രാർത്ഥിച്ചെങ്കിൽ എനിക്ക് എന്തുകൊണ്ടത് പറ്റുന്നില്ല എന്നൊരു ശബ്ദം എന്റെ മനസ്സിലേക്കും വന്നു. അടിക്കാനായിട്ട് ഉയർത്തിയ കൈ തന്നെ ഞാൻ താഴെ ഇട്ടു. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ മറുപടി ഒന്നും പറയുന്നില്ല എന്ന് മനസ്സിലായപ്പോ എന്നെ ശപിച്ചിട്ട് അങ്ങ് പോയി. അന്ന് വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ച തീരുമാനം എടുത്തു, എന്നെ കൊല്ലണം, എന്നെ എന്തെങ്കിലും ചെയ്യണം. കെ അലിവച്ചൻ ഇസ്ലാമിനെ തള്ളി പറയുന്നത് പോലെ കുറച്ചും കൂടെ കഴിയുമ്പോൾ അലീം ആ വഴി തിരിയും. അപ്പൊ അതുകൊണ്ട് അവനെ വെച്ചുകൊണ്ടിരിക്കരുതെന്നുള്ള ഇത് മനസ്സിലാക്കി ഞാൻ. അവിടുന്ന് മാറി എന്നിട്ട് പെരുമ്പാവൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് താമസം മാറുകയാണ്. ഒറ്റക്ക് ഒരാൾ ഒരു വഴി അവിടെ തുറന്നു തന്നു താമസിക്കാനൊക്കെ ആയിട്ട്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ, ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇതൊക്കെ അങ്ങ് മറന്നു കാണും, വീട്ടിലോട്ട് അങ്ങ് തിരിച്ച് ചെന്നേക്കാം എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോയി. അന്നല്ലേ, ഇതിപ്പോ ഇങ്ങനെ കുറെ ദിവസമായില്ലേ, 1 വർഷത്തോളം ആയില്ലേ, അപ്പൊ അവരുടെ ജീവിതമൊക്കെ മാറ്റമൊക്കെ ഉണ്ടായി കാണും എന്നൊക്കെ വിചാരിച്ചാണ് വീട്ടിലോട്ട് പോയത്. അങ്ങനെ 2 അമ്മമാര് അന്ന് വീട്ടിലെത്തി, അവരുടെ ഭാര്യമാരുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, നീ പൊന്നാനിയിൽ വീണ്ടും പോകണം, നീ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മളുടെ മതത്തിന് വളരെ അപമാനമാണ്. കെ അൽവി പോയതുപോലെ നിന്റെ വഴി നല്ലൊരു വഴിയല്ല എന്ന് തിരഞ്ഞെടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ എൻ്റെ ജീവനാനുഭവം കണ്ടല്ലോ, നീ എന്തിനാണ് മദ്യപിച്ചത്, എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊന്നും നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ഇപ്പൊ എൻ്റെ ജീവിതത്തില് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, അങ്ങനെ ദുഷ്ടപ്രവൃത്തികളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, സന്തോഷമായിട്ട് ജീവിക്കുക. ഇപ്പോഴാണ് നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാൻ കണ്ട സമയം എന്ന് ചോദിച്ചു. അതോടുകൂടെ ഒരു അമ്മാവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു അമ്മാവ് ഒരൊറ്റ ചവിട്ടായിരുന്നു ഈ ഭാഗത്ത്, അറിയാതെ ആയിരിക്കും. ഒരൊറ്റ ചവിട്ടിയ സമയത്ത് തന്നെ ഞാൻ താഴെ വീണു. ചില മിനിറ്റ് കഴിഞ്ഞ വാസ്തവത്തിൽ എനിക്ക് ശ്വാസം തന്നെ കിട്ടുന്നത്. ഞാൻ കുറെ അവിടെ ഇരുന്നാണ് ഇവര് വർത്താനം പറയുന്നത്. പിന്നെ ഞാൻ താഴെ ഇരിക്കുന്നു, ചവിട്ടി അവിടെ തന്നെ വീണ് ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ശപിച്ച് അവരങ്ങ് പോയി. ശാപവാക്കുകളൊക്കെ ഇങ്ങനെ പറയാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. ഞാൻ അവിടെ തന്നെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങ് മൂത്രം ഒഴിക്കണം എന്ന് തന്നെ തോന്നി. ഞാൻ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാനൊക്കെ ആയിട്ട് പോയി. മൂത്രം വരുന്നില്ല. കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. മൂത്രത്തിന് പകരം ഇങ്ങനെ ഒരല്പം ബ്ലഡ് ഇങ്ങനെ വരാൻ തുടങ്ങി. കുറേശ്ശെ ബ്ലഡ് ഇങ്ങനെ വരാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പേടിച്ചു. വാസ്തവത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തില്ല. അങ്ങനെ
ടവൽ എടുത്തിട്ട് ഭാഗം മുറിക്കാൻ കെട്ടി, ബ്ലഡ് വരാതിരിക്കാൻ. അങ്ങനെ കൂട്ടുകാരനെ വിളിച്ചു, അനു വന്നു നേരെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 4 ദിവസം അവിടെ കിടന്നു. യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ഹോസ്പിറ്റലിൽ പോയത് പെരുമ്പാവൂരായിരുന്നു. നല്ല അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു ഡോക്ടർ. 4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം, നാട് മലപ്പുറത്തല്ലേ, അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം. അപ്പൊ പൈസയില്ല, മറ്റാരും സഹായിക്കാൻ വലിയ ആൾക്കാരാരുമില്ല, എല്ലാവരും കൈവിട്ടൊരവസ്ഥയിൽ മാനസികമായ ചെറിയ ടെൻഷനും ഉണ്ട്. എങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അരവട്ടൻ ഒരാളായിരുന്നു. സിസ്റ്റർ വന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇവൻ മുസ്ലിം ആയിരുന്നു, ക്രിസ്ത്യാനി ആയതാ അവന്റെ. അപ്പൊ ഇത് കേട്ടത് ഒരു വാസ്തവത്തിൽ ഒരു കാത്തോലിക്ക ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ ഇത് അങ്ങ് കേട്ട് കഴിഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കര പ്രയാസം തോന്നി. ഇവര് നേരെ എന്ത് ചെയ്ത് എന്നെ പിടിച്ചുകൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് നേരിട്ട് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവര് എന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും. ഇവര് ഡ്യൂട്ടി കഴിഞ്ഞാലും എൻ്റെ അടുത്ത് പോകത്തില്ല. അപ്പോ എൻ്റെ അനുഭവങ്ങളൊക്കെ അവരെ മനസ്സിലാക്കി, കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവങ്ങനെ. അപ്പോ എന്നോട് ചോദിക്കുന്ന പുറമെ ഇവനോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇപ്പം മുസ്ലിം കുടുംബത്തിലെ ജനിച്ചത്, ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ബൈബിള് വായിച്ചു എന്നൊക്കെ പറയുന്നു. ക്രിസ്ത്യാനിയായപ്പോ വീട്ടുകാരിങ്ങനെ അമ്മാവന്മാരിങ്ങനെ ചെയ്തതാണ്. 4 ദിവസം ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നു, അങ്ങനെയാണ് കൊണ്ട് വന്നത് എന്ന് കേട്ട് കഴിഞ്ഞപ്പോ സഹായിക്കാൻ ഒരാളും കൂടെ തമ്പുരാൻ അവിടുന്ന് മുമ്പ് തന്നെ ഒരുക്കുകയാണെന്നാണ്. ദിവസം അവിടെ കിടന്നു, മാസങ്ങള് ഏകദേശം 1.5 മാസം അവിടെ കിടന്നു. യാതൊരു മാറ്റം ഉണ്ടാവുന്നില്ല. അടുത്ത ദിവസം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, പരിശോധിച്ചിട്ട് പറഞ്ഞ്, കാര്യം ചെയ്യാം, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ ആയിരിക്കുകയാണ്, സാവധാനം ഇത് മാറുള്ളൂ, നമ്മൾ ഡിസ്ചാർജ് ചെയ്യാണെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ആകെ പേടിച്ചു പോയി. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആരെ നമ്മൾ സഹായിക്കും, എവിടെ പോയി കിടക്കും, വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്നെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ്. ദൈവമേ എന്താണ് ചെയ്യാ? അന്ന് രാത്രി ഇരുന്ന് കുറേ നേരം ഇരുന്ന് ചിന്തിച്ചു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക്. ആരോടും ഒരു ആലോചന ചോദിക്കാനൊന്നും ആരും തന്നെ ഇല്ല, റിസ്ക് എടുക്കേണ്ട കാര്യത്തെങ്കിലാണ്. അന്ന് രാത്രി അവസാനം ഒരു തീരുമാനം എടുത്തു. ബെഡിൽ നിന്ന് ബെഡ്ഷീറ്റ് എടുത്ത് നേരെ താഴെ ഇട്ടു. ബെഡ്ഷീറ്റ് എടുത്തിട്ട് താഴെ ഇട്ടിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 കാര്യം തമ്പുരാനോട് ചോദിച്ചതാ. അല്ലെങ്കിൽ എന്നെ സൗഖ്യമാക്കണം, അങ്ങ് അനേകം സൗഖ്യമാക്കിയിട്ടുണ്ട്, മരിച്ചതിൽ ഉയർത്തിയിട്ടുണ്ട്, രോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ സൗഖ്യമാക്കണം, അല്ലെങ്കിൽ ജീവൻ അങ്ങ് എടുക്കണം. നാളെ അപ്പോ 2 പേര് താങ്ങി എഴുന്നേൽപ്പിക്കാതെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അത്രമാത്രം പ്രയാസത്തിലായിരുന്നു ഞാൻ. അല്ലെങ്കിൽ എന്റെ ജീവനെ നീ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം തരണം. എത്ര മിനിറ്റ് വരും കരഞ്ഞ്, ജീവിതത്തിൽ ആദ്യമായിട്ടായി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി, ഞാൻ പിറുപിറുക്കുകയാണ്. ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഒരു മുസ്ലിങ്ങളാണ്, മെഡിക്കൽ കോളേജല്ലേ, അവിടെ ഇവൻ മുസ്ലിമായിരുന്നു, ക്രിസ്ത്യാനിയായി, നാട്ടുകാരും വീട്ടുകാരും അടിച്ച് ഈ കോലത്തിലാക്കി. ഇവിടെ ഈ സമയം വന്നപ്പോഴേക്കും ഇവന് മാനസിക വിഭ്രാന്തി ഉണ്ടായി. അതുകൊണ്ടാണ് ഈ പിറുപിറുക്കുന്നത് ഇങ്ങനെ എന്നും പറഞ്ഞുള്ള പിറുപിറുപ്പ് വേറെ. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ എന്റെ സമനില തന്നെ പോലെ വാസ്തവത്തിൽ തെറ്റിപ്പോയതുപോലുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. അവിടുന്ന് ഇങ്ങനെ എന്നോട് പറയാ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ കേൾക്കുക, എന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയാണ്, ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആകുലപ്പെടേണ്ടതായ ആവശ്യമില്ല. നീ നിന്റെ മനസ്സിൽ വേണ്ടത് നമ്മുടേത് ഈ അവസ്ഥകള് നമ്മൾ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം നാളെ ഡിസ്ചാർജ് ചെയ്യല്ലേ, വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ വീട്ടുകാര് മിനിറ്റുകൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഞാനിങ്ങനെ മുട്ടിൽ നിന്ന് എഴുന്നേറ്റില്ല, എനിക്ക് എഴുന്നേൽക്കാനും വയ്യ. ആ സമയത്താണ് ഒരു നിഴലിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുക. ഒരു നിഴല്
ഒരു നീല് വന്നിട്ട് എന്നോട് ചോദിക്കുക, നീ എന്തിനാണ് കരയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ നാളെ ഡിസ്ചാർജ് ചെയ്യാണ് എന്റെ വീട്ടിലോട്ട് എനിക്ക് പോകാൻ സ്ഥലമില്ല. ഡിസ്ചാർജ് ചെയ്താല് പോയി കിടക്കാൻ ആരെന്നെ നോക്കുന്നു? എപ്പം തന്നെ 2 പേര് താങ്ങിയെടുക്കാതെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ അത്രമാത്രം പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ വന്ന യേശുവാണെന്ന് പറഞ്ഞു. എന്നോട് ആ ശബ്ദം കേൾക്കുക. അവനോട് ഇങ്ങനെ പറയാ, ഞാൻ നിന്നെ സൗഖ്യമാക്കാനായിട്ട് വന്ന യേശുവാണ്, എഴുന്നേൽക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വയമായിട്ട് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. എന്നെ തൂക്കിയെടുത്തെങ്കിലേ പൊക്കിയെങ്കിലേ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. എന്റെ കയ്യിലിങ്ങ് പിടിച്ചു. എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, എഴുന്നേൽക്കെന്ന് പറഞ്ഞു. എഴുന്നേൽക്കെന്ന് പറഞ്ഞോടുകൂടെ ഞാൻ ചാടി അങ്ങ് എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക മാത്രമല്ല, ഞാൻ കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി അവിടെ. അപ്പോഴേക്കും ഭയങ്കര ബഹളമായി. കൂടി വന്ന ആൾക്കാർ ഭയങ്കര ബഹളമായി. ആൾക്കാർ ഭയങ്കര കൂടി വന്നു. ഇവർക്കൊക്കെ അത്ഭുതം. കാരണം 2 പേര് താങ്ങി ഏൽപ്പിക്കാതെ കഴിയാത്ത അണ്ണെ ഞാൻ ഇതാ ഒറ്റക്ക് ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടുന്നു. ശരിക്കും ആശുപത്രി കിടക്കൽ വെച്ച് തന്നെയാണ്. ആശുപത്രി കിടക്ക വെച്ച്, മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഞാൻ തുള്ളിച്ചാടുകയാണ്. അപ്പോഴേക്കിനെ നേഴ്സുമാര് വന്നു, ഡോക്ടർമാര് വന്നു. എന്താ സംഭവിച്ചത് എന്നൊക്കെ ഉള്ള കാരണം കൂടുതൽ ആൾക്കാരും ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ഈ ക്രൈസ്തവ വിശ്വാസികളായിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ തന്നെ ഒരു അടയാളം തമ്പുരാൻ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ള ഒരു അടയാളം തന്നെ അവിടുന്ന്. അത്രയും ആൾക്കാർ എന്നെ പരിഹസിച്ചവര്, എന്നെ നിന്ദിച്ചവര്, എന്നെ ദുഷിച്ചവരുടെ ഇടയിൽ ദൈവം ഒരു അത്ഭുതം അവിടെ ചെയ്യായിരുന്നു. എനിക്ക് വേണ്ട ദൈവം ഒന്നും ജീവിക്കുന്നു, ദൈവം കൈവിടാത്തവനാണ്, ദൈവം സ്നേഹിക്കുന്നവനാണ്. അത്രയും ആൾക്കാരുടെ മുമ്പിൽ തമ്പുരാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്യായിരുന്നു? അത്ഭുതങ്ങൾ അവിടെ. ചുരുക്കി പറഞ്ഞാൽ ബൈബിളിലെ ദൈവം ജീവിക്കുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് ഉറപ്പായി കാണാം. മനസ്സിലായോ? അത് അത്രയും അനുഭവങ്ങൾ മറ്റുള്ളവരെ, അതാണ് ദൈവം പറയാ, പരിഹസിച്ചവരുടെ മുമ്പിൽ, നമ്മളെ നിന്ദിച്ചവരുടെ മുമ്പിൽ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവം. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ആയി. പോയത് ഡിസ്ചാർജ് ആയപ്പോ ഞാൻ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ വേറൊരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, നീ വീട്ടിലെത്തിയാ നിന്റെ 2 കൈയും കാലും അടിച്ചു പിടിച്ച് വീട്ടിലിട്ട് എന്നെ മരിക്കുന്നത് വരെ ചെലവിന് തരാം എന്റെ വീട്ടുകാരും അമ്മാവന്മാരും പള്ളി കമ്മിറ്റിക്കാരെല്ലാം കൂടെ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്റെ കർത്താവ്, ഞാൻ അവിടെ പോയി കിടക്കും. ഞാൻ ഇങ്ങനെ ഓർക്കുക. അപ്പോഴാണ് എന്റെ മനസ്സിൽ മുമ്പ് വായിച്ചൊരു വാക്യം എന്റെ മനസ്സിൽ വരുന്നത്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിപ്പോവുക, ഞാൻ പറയുന്നവരെ അവിടെ താമസിക്കുക. അപ്പൊ അർത്ഥമൊന്നും അറിയത്തില്ല, ഒരു കാര്യം മനസ്സിലായുള്ളൂ, ഓടിപ്പോയാ മതി, വീട്ടിലോട്ട് പോകണ്ട, ഓടിപ്പോവുക. അപ്പൊ ഞാൻ എവിടെ പോകണം എന്നുള്ളൊരു ചിന്ത എനിക്ക്. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു അമ്മാവൻ കൊടകിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അത്ര ദൈവവിശ്വാസിയൊന്നുമല്ല. അദ്ദേഹം ഒരു യുക്തിവാദിയല്ല, ദൈവവിശ്വാസി അല്ലാത്ത. അപ്പൊ പെട്ടെന്നൊരു കാര്യം ചെയ്യാം, പുള്ളി അടുത്തേക്ക് പോകാം. അങ്ങനെ കൊടകിലെത്തി ഞാൻ. വീട്ടിൽ ഞാൻ വരുന്നില്ല, നിങ്ങൾ പോന്നും പറഞ്ഞ് കൊടകിലെത്തി. അവിടെ അമ്മാവനോട് കൂടെ അമ്മാവനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ സഹായിച്ചൊക്കെ മുമ്പോട്ട് പോയപ്പോ തന്നെ ആൾക്കാർ അവിടുന്ന് തുടങ്ങി. അവിടെ കൂടുതൽ കൂട്ടുകാരൊക്കെ മുസ്ലിങ്ങളാണ്. ഞാൻ ക്രിസ്ത്യാനി ആയിട്ടുണ്ട് എന്നൊക്കെ എങ്ങനെയൊക്കെയോ ആളറിഞ്ഞു. അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. അവിടുന്ന് നേരെ നാട്ടിലെത്തി, വീണ്ടും നാട്ടിലെത്തി. സ്വന്തം നാട്ടിലല്ല, മലപ്പുറം ജില്ലയിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സഞ്ചരിച്ചു. കയ്യിലാണെങ്കിൽ പൈസയില്ല, വസ്ത്രമില്ല, കുളിച്ചിട്ടൊക്കെ വളരെ നാളുകളായി. എങ്ങനെ ഇങ്ങനെ നടന്നു പോരുന്ന എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. വൈകുന്നേരമായി. ആ ഓവാലത്തിന്റെ അവിടെ ചോട്ടില് മേലെ അവിടെ വന്നിരുന്നു. ഓവാലത്തിന്റെ മേലെ വന്നിരുന്ന് വിശന്നിട്ടാണെങ്കിൽ, വിശപ്പ് എന്ന് പറഞ്ഞാൽ വിശമ് മാറ്റുന്നത് ഫ്രീ ആയിട്ട് ഒഴുകി വരുന്ന ഈ പൈപ്പിലെ വെള്ളം മാത്രമേ ഉള്ളൂ. കുളിച്ചിട്ട് നാളുകളായി, സോപ്പില്ല, എണ്ണയില്ല, വസ്ത്രമില്ല. എങ്ങനെങ്കിലും ഒന്ന് കിടക്കണം. കിടക്കാനൊരു സൗകര്യം അവിടെ ഇവിടെയൊക്കെ നോക്കി, ഒന്നും കണ്ടില്ല. നേരെ ഓവാലത്തിന്റെ ചോട്ടിലോട്ട് അങ്ങ് കടന്നുപോയി. ഓവാലത്തിന്റെ ചോട്ടിലോട്ട് കടന്നു പോയത് മാത്രമേ അറിഞ്ഞുള്ളൂ. അവിടെ കിടന്നങ്ങ് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ സൂര്യന്റെ കിരണങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. സുഖമായിട്ട് അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കിയ സമയത്താണ് എന്നെക്കാളും വലിയുള്ള ഒരു പാമ്പിന്റെ വള അവിടെ കിടക്കുന്നു. പേടിച്ച് പുറത്തിറങ്ങി നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, എന്റെ കർത്താവേ, കഴിഞ്ഞ രാത്രിയില് ഞാൻ ഈ പാമ്പിന്റെ സങ്കേതത്തിലായിരുന്നല്ലോ കിടന്നുറങ്ങിയത്.
എന്ന് പറഞ്ഞപ്പോ ദൈവത്തിന്റെ ശബ്ദം അവിടുന്ന് കേട്ടു. കഴിഞ്ഞ രാത്രിയിൽ ഈ പാമ്പ് സങ്കേതത്തിലായിരുന്നില്ല എന്ന് കിടന്നുറങ്ങിയത്, എന്റെ വിശാലമായ ചിറകിന്റെ കയ്യിലായിരുന്നു നീ കിടന്നുറങ്ങിയത്. ദൈവശബ്ദം അവിടുന്ന് കേട്ടു. അവിടെ ഞാൻ പുറത്തിറങ്ങി. അപ്പോഴേക്കും എന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ അങ്ങനെ കണ്ടെത്തിയിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഒരു ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ എവിടെ നിന്ന് എങ്ങനെയാന്ന് ചോദിച്ചു. അങ്ങനെ അത് ബോംബെയിൽ നിന്നാണെന്ന് പറഞ്ഞു. തുറന്നു വായിച്ചപ്പോ കമ്പനിയിൽ നിന്നാണ് ലെറ്റർ വന്നിരിക്കുന്നത്. പഴയ കമ്പനി സസ്പെൻഷനൊക്കെ ആയി അവിടെ നിന്ന് ഒഴിവായി. അവിടെ നിന്ന് എന്നെ ജോലിയിൽ തിരിച്ചെടുത്തിരിക്കുന്നു, വന്ന് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞാണ് ആ ലെറ്റർ കിട്ടിയത്. അപ്പൊ തന്നെ അവിടുന്ന് ഇവിടെ എന്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് ബോംബെയിലേക്കുള്ള ടിക്കറ്റ് പൈസ സംഘടിപ്പിച്ച് ഞാൻ ബോംബെയിലെത്തി. മാനേജർ അന്ന് പറഞ്ഞ കാര്യം, നിന്റെ ജീവിതത്തിലെ ഒരു മാറ്റമില്ലാതെ നിന്നെ ഇനി എടുക്കുകയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അന്ന് പറഞ്ഞ ആ കാര്യം എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ജീവിതത്തിൽ മാറ്റമായി. അദ്ദേഹം എന്നെ ജോലി പ്രവേശിച്ചു. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് കർണാടകയിലേക്ക് ട്രാൻസ്ഫർ വരുന്നത്, പ്രൊമോഷനോട് കൂടി. അപ്പൊ ഞങ്ങൾ 3 പേരാണ് അർഹതയായിട്ടുള്ളത്. അപ്പൊ എന്നെ ഒരിക്കലും അത് കൂട്ടരുത് എന്ന് മറ്റു 2 പേരും സ്ട്രിക്റ്റ് ആയിട്ട് മാനേജരോട് പറഞ്ഞു. അപ്പൊ മാനേജർ പറഞ്ഞു, ഇപ്പൊ ഞാൻ മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, അങ്ങനെ സ്വഭാവത്തിനൊന്നും പോകുന്നില്ല, വളരെ കൃത്യനിഷ്ഠമായിട്ട് ജോലി ചെയ്യുന്നു, അപ്പൊ അലിയെ ഒഴിവാക്കാനായിട്ട് പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം, 3 പേര് ആര് കിടണം? അപ്പൊ മാനേജർ പറഞ്ഞു, എന്നാ നറുക്കിടാം, ആരാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് അഭിപ്രായ വ്യത്യാസം വേണ്ട, 3 പേർക്കും കൂടെ നറുക്കിടാം. നറുക്ക് വീണത് വാസ്തവത്തിൽ എനിക്കായിരുന്നു. പ്രൊമോഷനോട് കൂടി ട്രാൻസ്ഫർ കർണാടകത്തിലെ കുതിരമുഖ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ വന്നു. കുതിരമുഖയിൽ വന്ന് ജോലിയെ തുടരുമ്പോഴാണ് തമ്പുരാനൊരു വിളി എനിക്കുണ്ടാവുന്നത്. അതെങ്ങനെ മനസ്സിലായത്? അത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് അങ്ങനെ പ്രവർത്തനത്തിനാക്കുകയാണ്, ഞാൻ നിന്നെ രക്ഷിച്ചത് എന്ന് എന്റെ മനസ്സിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ ജോലി രാജിവെച്ചൊരു പരിപാടിയില്ല, കാരണം പട്ടിണി കിടന്ന് നല്ല പരിചയമായിരുന്നു. അപ്പോഴേക്കും വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയില് വളരെ നാളുകൾ പട്ടിണി കിടന്ന് അത്രമാത്രം പ്രയാസത്തിലൂടെയൊക്കെ കടന്നുപോയ നാളുകളൊക്കെ ആയിരുന്നു ഈ നാളുകള്. അപ്പൊ പല പ്രാവശ്യം ആ വിളി എനിക്കിങ്ങനെ കേട്ടെങ്കിലും ഞാനത് എന്ത് ചെയ്യായിരുന്നു, അത് തിരസ്കരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. എനിക്ക് ആക്സിഡന്റ് ആയി ഒരു വിരലങ്ങ് പോയി. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ആക്സിഡന്റ് പറ്റിയിട്ട് ഇങ്ങനെ മുറിഞ്ഞ ഒരു തൊലി മാത്രമേ ഉണ്ടായിരുന്നു, മൊത്തത്തിൽ മുറിഞ്ഞ് ഇങ്ങോട്ട്. അതെ, അതുകൂടി പേടിച്ചു ഞാൻ. അങ്ങനെ കുറെ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പോഴും കൈ മടങ്ങത്തില്ല, ഇപ്പൊ അതിങ്ങനെ ഇതിരിക്കത്തേ ഉള്ളൂ. അപ്പോഴേക്കും മനസ്സിലായി എനിക്ക് ഇത് ദൈവത്തെ സ്നേഹം തിരസ്കരിച്ചതിന്റെ ഫലമായിട്ട് ഒരു ചെറിയ ഒരു ശിക്ഷാവിധി തന്നതാണ്. ശിക്ഷയല്ല, നമ്മളത് തിരസ്കരിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു വെളിച്ചം നഷ്ടപ്പെടുമ്പോൾ അതെ. തിരസ്കരിക്കുമ്പോൾ അങ്ങനെ ദൈവം നമ്മൾ അത്രമാത്രം സ്നേഹിക്കുകയും ദൈവം കരുതുകയും ഒക്കെ ചെയ്തപ്പോൾ, അപ്പൊ നമ്മള് സ്വന്തം അപ്പന്മാര് തന്നെ മക്കള് അനുസരിച്ചില്ല, ചില സമയത്ത് ചെറിയ അടി കൊടുക്കും. പിന്നീട് മുന്നോട്ട് എങ്ങനെ പോയത്? പിന്നെ അങ്ങനെ ജോലി രാജിവെച്ചു. ഞാൻ ജോലി രാജിവെച്ച് എന്റെ നാട്ടിൽ തന്നെ കുറ്റിപ്പുറം എന്ന് പറഞ്ഞ വന്നൊരു സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിൽ. അവിടെ വന്നവര് വീടെടുത്തു. ഞാനവിടെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണമെന്ന് നമുക്ക് ബൈബിൾ പരമായിട്ടൊന്നും അറിയില്ല. അങ്ങനെ മുമ്പോട്ട് പോയി ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഠിക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ പറഞ്ഞത് പോലല്ലേ, ബൈബിൾ പരിജ്ഞാനം വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പത്രത്തിലെ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്നത്. പത്രത്തിലെ അഡ്വർടൈസ്മെന്റ് കാണുന്ന ഒരു സെമിനാരിയിൽ അഡ്രസ് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ആണ്. അപ്പൊ ഞാൻ ഒരു സെമിനാരിയിലേക്ക് എഴുതി. അത് ചെന്നൈയിലായിരുന്നു. അത് ഡിഗ്രി ഒക്കെ ഉള്ള അവര് പഠിപ്പിക്കുന്ന ഒരു ഇതായിരുന്നു, ആംഗ്ലിക്കൻ ചർച്ചിന്റെ, ഇവാഞ്ചലിക്കൽ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയും, അവരുടേതായിരുന്നു ഈ സെമിനാരി. ഞാൻ ലെറ്റർ എഴുതിയപ്പോൾ അവരിനോട് പറഞ്ഞു, ഇത് ഡിഗ്രി ഉള്ളതാണ്, ഇവിടെ പഠിക്കണമെങ്കിൽ മാസം ഇത്ര രൂപ, 4000 രൂപ ഫീസ് വേണം, കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇങ്ങനെയൊക്കെയാണ്.
അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, എനിക്ക് ബൈബിൾ പഠിക്കണം എന്നുണ്ട്, സുവിശേഷ പ്രവർത്തനത്തിനാണ് ഞാൻ ആഗ്രഹം, അതിനായിട്ട് സമർപ്പിച്ച് ജോലിയൊക്കെ രാജിവെച്ച് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് എഴുതി അവര് ബ്രദറിന്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ മനസ്സിലാക്കി 4000-ൽ നിന്നും 2000 രൂപ ഫീസ് തന്ന് ബ്രദറിന്റെ ഈ സെമിനാരിയിൽ അഡ്മിഷൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 2000 പോയിട്ട് നമുക്ക് വഴിയില്ലല്ലോ, തുറന്നു ആരും കൂടുതലൊന്നും കൊടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഊട്ടിയിൽ നിന്ന് എന്നെ ആരോ അറിയുന്നത് പോലെ ഒരു ലെറ്റർ വരുന്നത് എനിക്ക്. ബ്രദറിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു, ഞങ്ങളെ ഒരു എക്യുമെനിക്കൽ ഒരു കൂട്ടായ്മയാണ്, അതിനകത്ത് CSIക്കാരുണ്ട്, പെന്തക്കോസുകാരുണ്ട്, കാത്തലിക്സ് ഉണ്ട്, ഞങ്ങളെ മാസത്തിൽ ഒരു ഞായറാഴ്ച നടക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ബ്രദറിനെ കുറിച്ചൊക്കെ കേട്ടു, പല ആൾക്കാരും പറഞ്ഞു ഈ ലെറ്റർ കിട്ടുമെന്നൊന്നും അറിയുന്നത് പോലെ ഫോണിന്റെ കാലഘട്ടമൊന്നും ഇല്ലായിരുന്നത്. ലെറ്ററിന്റെ കയ്യിൽ കിട്ടി, അങ്ങനെ പോയി. അന്ന് രാത്രിയിൽ നമ്മളെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അതിന്റെ മെയിൻ ഒരാള് എന്നോട് പറഞ്ഞു, നമുക്കൊരു അല്പനേരം പ്രാർത്ഥിക്കാം, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ബ്രദറിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. അന്ന് രാത്രി എവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥനയൊക്കെ നടത്തി ഞാൻ കിടന്നുറങ്ങാൻ പോയി. രാവിലെ എഴുന്നേറ്റ് എനിക്കൊരു കോള് വരാം. അപ്പൊ 8 മണിയോളമായി. 8:30 എൻ്റെ ട്രെയിൻ, ഞാൻ തിരിച്ചു പോരാനുള്ള ഏർപ്പാടിലിരിക്കുക. അപ്പോഴാണ് എന്നെ വിളിക്കുന്നത് ഒരാള്. ബ്രദറിന്റെ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ രാത്രി എൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കേട്ടു. ഞാനും വരേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. എനിക്ക് പെട്ടെന്ന് ഒരു സെമിനാർ ഉണ്ടായിരുന്നു, പോകേണ്ടതായിട്ട് വന്നു. അതൊരു മാത്യൂസ് എന്ന് പറഞ്ഞ ഒരാളാ. അദ്ദേഹത്തിന്റെ ഉദ്ദേശം വിളിച്ചത് അദ്ദേഹം വിളിച്ചതെന്ന് പറഞ്ഞത് എന്നെ കുറിച്ച് അങ്ങനെ കാണുക, പരിചയപ്പെടുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മെയിനായ ലക്ഷ്യം. അങ്ങനെ മനസ്സോടെ ഞാൻ പോയി കണ്ട് അദ്ദേഹവുമായി സംസാരിച്ച് എന്നോട് ചോദിച്ചു, ബ്രദറിന് എന്തെങ്കിലും പ്രത്യേക ആവശ്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആവശ്യം. അപ്പോഴാണ് ആ സെമിനാരിയിൽ നിന്ന് വന്ന ലെറ്റർ എൻ്റെ പോക്കറ്റിൽ. ഞാൻ ആ ലെറ്റർ എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത് 3 വർഷത്തിലധികം പഠിക്കുന്ന ഡിഗ്രി ആണല്ലോ, ഇത് നല്ലൊരു സംഖ്യയാവും. അപ്പൊ അവര് പറയുന്ന 2000 രൂപയാണെങ്കിൽ പോലും പിന്നെ ബ്രദറിന്റെ ആവശ്യങ്ങളെ പോക്കറ്റ് മണി ഇതൊക്കെ വേണ്ടേ. വീണ്ടും അദ്ദേഹം കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, ഈ 3.5 വർഷക്കാലം ബ്രദറിന് പഠിക്കാനുള്ള എല്ലാ സാമ്പത്തിക സോഴ്സുകളും ബ്രദറിന് ഞാൻ വേണ്ടി ഒരുക്കി തരുന്നു. അങ്ങനെ ഞാൻ സെമിനാരിയിൽ പോയി 3.5 വർഷക്കാലത്ത് എൻ്റെ പഠനം പൂർത്തിയാക്കി. 1 വർഷക്കാലം കൗൺസിലിംഗ് പിന്നീട് പൂർത്തിയാക്കാനായിട്ട് എനിക്ക് അവസരം ഒരുക്കി തന്നു. അങ്ങനെ സെമിനാരിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് മുസ്ലിംസിന്റെ ഇടയിൽ ഉള്ള പ്രവർത്തനത്തെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരും. നമുക്ക് അങ്ങയുടെ വിവാഹ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ദൈവം നടത്തിയ വഴികളെ കുറിച്ചുമൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ഈ എപ്പിസോഡ് ഇപ്പോൾ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അലി ഫിലിപ്പ് ബ്രദറിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകളിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ അതേക്കുറിച്ച് കേൾക്കും. അതുവരെ പ്രാർത്ഥനയിലായിരിക്കട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.